നെക്സ്റ്റ് പറയാനുള്ളത് പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി ആണ്. അതായത് ഏതൊക്കെ കേസിൽ സപ്ലൈ ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ സപ്ലൈ ഓഫ് സർവീസസ് ആൻഡ് സപ്ലൈ അണ്ടർ റിവേഴ്സ് ചാർജസ്, ഈ 3 കേസിലും എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് എങ്ങനെയാണ് നമ്മൾ ജി എസ് ടിൻ്റെ അണ്ടറിൽ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എ പറയുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റൈറ്റ് ടു ടാക്സ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്, നോക്കാം. ലൊക്കേഷൻ ഓഫ് സർവീസ് റിസീവറും പ്ലേസ് ഓഫ് സപ്ലൈയും നാച്ചർ ഓഫ് സപ്ലൈ ആൻഡ് ജി എസ് ടി അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതും പറയുന്നുണ്ട്. അതിൽ ലൊക്കേഷൻ ഓഫ് സർവീസ് റിസീവർ മഹാരാഷ്ട്രയും ദെൻ സപ്ലൈ ചെയ്യുന്ന പ്ലേസ് മഹാരാഷ്ട്രനെയാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഇൻട്രാ സ്റ്റേറ്റ്, ഒരേ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നതായതുകൊണ്ടാണ് അത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ദെൻ അതിന് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്കറിയാം സി ജി എസ് ടിയും എസ് ജി എസ് ടി ആണ് അതിന് ചാർജ് ചെയ്യുന്ന ജി എസ് ടി. നെക്സ്റ്റ് പറയുന്നത് റിസീവറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയും പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് കേരളയും. 2 സ്റ്റേറ്റ് ആണ്. സോ ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണിത്. ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്നത് IGST ആണ്. ഇനി പ്ലേസ് ഓഫ് സപ്ലൈന് 2 ടൈപ്പ് വരുന്നുണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സും പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസും. 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. എവിടെയാണോ ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുള്ളത് അതിനാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണോ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് വരുന്ന ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് എവിടെയാണോ അതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇഫ് ദർ ഇസ് നോ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, അതായത് ഗുഡ്സ് മൂവ് ചെയ്യുന്നില്ല തന്നെ, ഇപ്പോൾ അതായത് എ എന്നുള്ള പ്ലേസിൽ നിന്ന് ബി എന്നുള്ള പ്ലേസിലേക്കാണെങ്കിൽ ആ ഒരു ഗുഡ്സിന് ചേഞ്ച് വരുന്നുണ്ടല്ലോ, അതിനാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷെ ഇനി ഒരു മൂവ്മെൻറ്റ്, ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് വരാത്ത കേസിലാണെങ്കിൽ അവിടെ നമ്മൾ ലൊക്കേഷൻ അല്ലെങ്കിൽ പ്ലേസ് ഡിറ്റർമിൻ ചെയ്യുന്നത് time of delivery to the recipient. Pradesh place of supply is the location of the goods at the time of delivery to the recipient. അതായത് ഡെലിവറി നടക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ആ ഗുഡ്സിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കേസിൽ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാത്ത കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത്. Place of supply in cases where goods that are assembled and installed will be the location where the installation is done. ഇനി ചില കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഗുഡ്സ് അസംബിൾ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണോ ഇൻസ്റ്റാളേഷൻ നടത്തിയിട്ടുള്ളത് അതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ സർവീസസ്. സർവീസസിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഇവിടെ സർവീസസിൻ്റെ കേസിൽ ലൊക്കേഷൻ ഓഫ് ദി സർവീസ് റിസീപ്റ്റിൻ്റെ, സർവീസ് റിസീവ് ചെയ്ത ആളുണ്ടല്ലോ അവരുടെ ലൊക്കേഷൻ ഏതാണോ അതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് സർവീസിൻ്റെ കേസിൽ കണക്കാക്കുന്നത്. ഇനി in cases where services are provided to an unregistered dealer and their location is not available, the location of service provider will be the place of provision of service. ചില കേസിൽ നമ്മളൊരു അൺരജിസ്റ്റേർഡ് ഡീലർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ലൊക്കേഷനും സ്പെസിഫൈ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്ലേസ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് ഉണ്ടല്ലോ അതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ചില ഏതൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്, ചില സർവീസസിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് ഉള്ള സർവീസസ് ആണ് സർവീസസ് റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, റെസ്റ്റോറൻറ്റ് സർവീസസ്, അഡ്മിഷൻ ടു ഈവൻറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ്, ടെലികോം സർവീസസ്, ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻഷുറൻസ് സർവീസസ്. ഇതൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉള്ള സർവീസസ് ആണ്. ഇനി ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ ഇപ്പോൾ എന്തെങ്കിലും സർവീസസ് റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണോ പ്ലേസ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസസ്, പ്രൊവിഷൻ ഓഫ് സർവീസിൻ്റെ പ്ലേസ് ഏതാണോ അതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും
സർവീസ് ആണെങ്കിൽ ആ ഒരു എവിടെ പ്രൊവിഷൻ ഓഫ് സർവീസ് ഉണ്ടല്ലോ ആ സ്ഥലമാണ് നമ്മൾ ആ ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസിൻ്റെ രണ്ട് എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ അനിൽ ഫ്രം ഡൽഹി പ്രൊവൈഡ്സ് ഇന്റീരിയർ ഡിസൈനിങ് സർവീസസ് ടു മിസ്റ്റർ അജയ് മുംബൈ. ഡൽഹിയിലുള്ള അനിൽ മുംബൈയിലുള്ള അജയ്ക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഊട്ടിയിലാണ്, തമിഴ്നാട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു കേസിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, എവിടെയാണോ പ്രൊവിഷൻ ഓഫ് സർവീസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, ലൊക്കേഷൻ ഓഫ് സർവീസ് എവിടെയാണോ അവിടെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഊട്ടി, തമിഴ്നാടാണ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് സപ്ലൈ ഫോർ ദിസ് സർവീസ് ഈസ് ഓൾസോ ഊട്ടി, തമിഴ്നാട്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ കേസിലാണെങ്കിൽ ആ കറക്റ്റ് പ്രോപ്പർട്ടീൻ്റെ ലൊക്കേഷൻ ഇല്ലേ, അതെവിടെയാണോ അവിടെയാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് പറയുന്നത് എ രജിസ്റ്റേർഡ് ടാക്സ് പെയർ ഓഫേഴ്സ് പാസഞ്ചർ ട്രാൻസ്ഫർ സർവീസസ് ഫ്രം ബാംഗ്ലൂർ ടു ഹംപി. രജിസ്റ്റേർഡ് ടാക്സ് പെയർ എന്ത് ചെയ്യാണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യാണ് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ ടു ഹംപി അല്ലേ. ദ പാസഞ്ചർ ഡു നോട്ട് ഹാവ് GST രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ ഇല്ല പാസഞ്ചർക്ക്. ഈ ഒരു കേസിൽ നമ്മൾ എവിടെയാണോ ഡിപ്പാർച്ചർ പ്ലേസ് അല്ലെ, ഡിപ്പാർച്ച് ചെയ്യുന്ന പ്ലേസ് എവിടെയാണോ അതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂർ മുതൽ ഹംപി വരെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ്, ബാംഗ്ലൂരാണ്. സോ ഡിപ്പാർച്ചർ പ്ലേസ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഏതാണോ അതാണ് ഈ ഒരു കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള കേസിൽ പറയാനുള്ളത്. മെയിനായിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സും ഉണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ സർവീസസും ഉണ്ട്.